ഫ്രണ്ട്സ് നമസ്കാരം. ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താ വെച്ചാൽ ഞാനിപ്പോൾ അടുത്ത് 2-3 അതായത് ഞാനിപ്പോൾ താമസിക്കുന്ന എറണാകുളത്താണ്. അപ്പോൾ ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്തും പരിസരത്തും അല്ലാതെയും ഒത്തിരി പേപ്പറുകളിലും ന്യൂസ് പേപ്പറിലൊക്കെ ഒത്തിരി മരണം, അതായത് ഒരു 25 to 45 ഏജുള്ള ആ ഒരു റേഞ്ചിൽ വരുന്ന സ്ത്രീകൾ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോയിട്ട് മരണപ്പെടുന്ന ഒത്തിരി സംഭവങ്ങൾ ഇപ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ റോട്ടിൽ കൂടി ഞാൻ സ്കൂട്ടർ ഓടിക്കുന്ന ഒരാളാണ്. അപ്പോൾ റോട്ടിൽ കൂടി സ്കൂട്ടർ ഓടിച്ച് പോകുമ്പോഴും ഞാൻ എപ്പോഴും ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്താണ് ഞാൻ സ്കൂട്ടർ ഓടിക്കുന്നത്. എപ്പോഴും ഞാൻ സ്കൂട്ടർ എടുത്ത് കാലം തൊട്ട് ഇപ്പോൾ തൊഴുമ്പോൾ അങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്താണ് ഞാൻ ഓടിക്കുന്നത്. പക്ഷേ ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഒത്തിരി സ്ത്രീകൾ എൻ്റെ പ്രായത്തിലുള്ളതും അതായത് എൻ്റെ ഏജ് താഴെയുള്ളവരും കോളേജിൽ പോകുന്ന കുട്ടികളും ഒക്കെ ഇങ്ങനെ പോകുന്നു. പക്ഷെ അവരൊക്കെ പോകുന്നത് വളരെ കുറച്ച് സ്ത്രീകൾ മാത്രമേ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് പോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. കൂടുതലും നമ്മളെ ഓവർടേക്ക് ചെയ്ത് റൈറ്റ് സൈഡിൽ കൂടിയാണ് വണ്ടി ഓടിച്ചു പോകുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. എത്ര ധൃതി പിടിച്ച് നമ്മൾ ഒരിക്കലും വണ്ടി ഓടിക്കാൻ പാടില്ല. നമുക്ക് സ്പീഡിൽ വീട്ടിൽ എവിടെ എത്തേണ്ടടുത്ത് എത്തിയിട്ട് നമ്മുടെ ജീവൻ, നമുക്ക് ആയുസ്സും ആരോഗ്യവും ഉള്ള ഒരു ശരീരം ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ കൂടെ ഉള്ളവരെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് അവരുടെ ജീവിതം നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മുടെ അച്ഛനും അമ്മ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ്, കുട്ടികൾ, അവരെയൊക്കെ നമ്മളുടെ ഒരു ഡിപ്പെൻഡ് ചെയ്താണ് പൊതുവേ ജീവിക്കുന്നത്, അല്ലെ? സ്ത്രീകളെയാണ് ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. അപ്പം നമ്മളുടെ ആരോഗ്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ധൃതി പിടിച്ച് സ്പീഡിൽ അവിടെ എത്തിയിട്ട് ഒന്നും നമുക്ക് കിട്ടാനില്ല, അല്ലേ? നമ്മൾ ഇത്തിരി വൈകിയെന്ന് വെച്ച് അല്ലെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് നമ്മൾ പോയാലും മതി. അല്ലാതെ നമ്മൾ ഒരിക്കലും റൈറ്റ് സൈഡ് പിടിച്ചിട്ട് നമ്മൾ ഒരിക്കലും വണ്ടി ഓടിച്ച് പോകരുത്, സ്ത്രീകൾ പ്രത്യേകിച്ച്. കാരണം റൈറ്റ് സൈഡിൽ കൂടെ പോകുമ്പോൾ വരുന്ന അപകടങ്ങളെന്ന് വെച്ചാൽ, നമ്മൾ റൈറ്റ് സൈഡിൽ കൂടി വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമ്മളുടെ അടുത്തുകൂടി തന്നെ വലിയ വലിയ കണ്ടെയ്നർ ലോറികൾ, കാറുകൾ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ യോയോ പയ്യന്മാരുണ്ട്, അവരുടെ ബൈക്കുകൾ, എല്ലാവരുടെ കയ്യിലും 1.5 ലക്ഷം രൂപ വിലയുള്ള ബൈക്കുകളാണ് പല കൊച്ചു പയ്യന്മാരുടെ കയ്യിലുള്ളത്. അവർ നല്ല സ്പീഡിലാണ് അവർ ഓടിച്ചു പോകുന്നത്. അപ്പം നമ്മൾ റൈറ്റ് സൈഡിൽ കൂടി പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്ന് പുറകിലൂടെ വരുന്ന വണ്ടി വല്ലതും തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ തെറിച്ച് റോഡിൻ്റെ നടുക്കാണ് വന്ന് വീഴുന്നത്. അതുപോലെ തന്നെ കുണ്ടും കുഴികൾ നമ്മൾ കാണില്ല, നമ്മൾ സ്പീഡിലായിരിക്കും വരുന്നത്. കുഴിയിൽ വണ്ടി വീണിട്ട് ടയർ വീണിട്ട് നമ്മൾ വീഴുന്ന നടുക്ക് മറ്റു വണ്ടി, പുറകിൽ നിന്ന് വരുന്ന വണ്ടി, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ പുറകിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ, നമ്മളും പ്രതീക്ഷിക്കുന്നില്ല. അപ്പം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ നേരെ നടുക്കിലേക്ക് വീഴുന്നു, വണ്ടി വന്ന് നമ്മുടെ ദേഹത്ത് കയറുന്നു, അതോടുകൂടി കഴിയുന്നു. അപ്പം പിന്നെ അതുപോലെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കൊരു അസുഖം വന്നു. മനുഷ്യനാണ്, എപ്പോഴായാലും ഒരു അസുഖം വരും, അത് സ്വാഭാവികമാണ്. അപ്പോൾ നമുക്ക് തളർച്ചയോ ക്ഷീണമോ തലകറക്കമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വണ്ടി പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്താൽ പുറകിൽ വന്ന് വണ്ടി ഇടിക്കും, കഴിയും. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും വണ്ടി നിർത്താനും പറ്റില്ല. പിന്നെ നമ്മൾ വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് വന്നിട്ട് വേണം വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ. അപ്പം അതുകൊണ്ട് കാരണം ഇപ്പം നമ്മളല്ലാണ്ട് റൈറ്റ് സൈഡിൽ കൂടെ പോകുമ്പോൾ അപ്പുറത്തെ സൈഡിൽ വളരെ സാധാരണ രീതിയിലുള്ള പറമ്പോ അങ്ങനെയെങ്കിൽ മറ്റ് പ്ലേസൊക്കെ ആണെങ്കിൽ നമുക്ക് നിർത്താം. ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ 2 സൈഡും 1 വേ 2 വേ അങ്ങനെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് നിർത്താൻ പറ്റില്ല വണ്ടി. റൈറ്റ് സൈഡിലാണ് വണ്ടി പോകുന്നത്. അപ്പോൾ ദൈവത്തെ ഓർത്ത് എല്ലാവരുടെയും ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ടും അപകടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഒന്ന് പറയുന്നത്. ദയവ് ചെയ്ത് ആരും സ്ത്രീകൾ പൊതുവെ സ്കൂട്ടർ ഓടിക്കുമ്പോൾ റൈറ്റ് സൈഡ് കീപ്പ് ചെയ്ത് വണ്ടി പോകരുത്. ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് വേണം വണ്ടി ഓടിക്കാൻ. നമ്മൾ വാഹന നിയമങ്ങൾ പഠിച്ചിട്ടാണ് നമ്മൾ വണ്ടി ടെസ്റ്റ് പാസ്സായിട്ടാണല്ലോ നമ്മൾ എല്ലാവരും വണ്ടി ഓടിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ടെസ്റ്റിൽ തന്നെ പറയുന്നുണ്ട് ഇടത് സൈഡ് വണ്ടി ഓടിച്ചു പോകാൻ പാടുള്ളൂ എന്ന്.
പക്ഷേ ആ ഒരു നിയമം വണ്ടി പഠിച്ചെടുത്ത് നമ്മൾ ടെസ്റ്റ് പാസ്സാവുന്നവരെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുള്ളൂ എന്നാണ് എനിക്ക് പൊതുവേ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ തോന്നിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങുമ്പോൾ ഈ റൈറ്റ് സൈഡ് കീപ്പ് ചെയ്ത് മാത്രമേ പലരും വണ്ടി ഓടിക്കാറുള്ളൂ. ഞാനങ്ങനെ കണ്ടിട്ടുള്ളൂ. പിന്നെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് വണ്ടി ഓടിക്കുമ്പോൾ നമ്മളുടെ റൈറ്റ് ഭാഗത്തുള്ള മിറർ നമ്മൾ കറക്റ്റാക്കി വെക്കണം. പുറകിൽ നിന്ന് വണ്ടി വരുന്നതൊക്കെ നമുക്ക് അതിലൂടെ നോക്കിയിട്ട് വേണം നമ്മളത് കറക്റ്റായിട്ട് നമുക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ പുറകിലൂടെ വരുന്ന വണ്ടി എങ്ങോട്ടായിരിക്കും പോകുന്നത്, അതുപോലെ തന്നെ മുമ്പിൽ കൂടെ പോകുന്ന വണ്ടിയെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം വണ്ടി ഓടിക്കാൻ. അപ്പം നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കൂടി നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വണ്ടി നമ്മളെ അഥവാ വണ്ടി പുറകിൽ നിന്ന് വന്ന് തട്ടിയാലും നമ്മൾ വീഴുന്നത് എവിടെയാ? ഈ ഇടത് സൈഡ് ഭാഗത്താകുമ്പോഴത്തേക്കും അവിടെ വണ്ടികളൊന്നും വരത്തില്ലല്ലോ. അപ്പം അങ്ങനെ തട്ടിയാലും അപകടങ്ങൾ പൊതുവേ കുറവായിരിക്കും. കാരണം നമ്മുടെ റൈറ്റ് സൈഡിൽ കൂടി വണ്ടി ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ റൈറ്റ് സൈഡിൽ കൂടി നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കൂടി ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം ലെഫ്റ്റ് സൈഡിൽ വണ്ടി ഓൾറെഡി അധികം വണ്ടികൾ വരില്ല. അപ്പം അഥവാ നിർത്താനാണെങ്കിൽ നമുക്ക് ആ മിററിൽ നോക്കിയിട്ട് നമുക്ക് പതുക്കെ ഒന്ന് മറ്റേ ഇൻഡിക്കേറ്റർ ഇട്ട് നമുക്ക് അവിടെ പതുക്കെ ഒന്ന് നിർത്താം. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഫോൺ വരുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ വണ്ടി ഇടിച്ചാലും നമ്മൾ തെറിച്ച് വേറൊരു വണ്ടിയുടെ അടിയിൽ എന്തായാലും പോകത്തില്ല എന്നുള്ളതാണ് എനിക്ക് കുറേയൊക്കെ മനസ്സിലായിട്ടുള്ളത്. പിന്നെ നമുക്ക് ചില കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ എന്നാൽ നമ്മൾ മാക്സിമം വണ്ടി എപ്പോഴും ഓടിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്തേ പോകാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ മാക്സിമം ഒരു 40ക്ക് മുകളിൽ സ്പീഡ് പോകരുത്. കാരണം 40 ഒക്കെ ആണെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ മൂവ്മെൻറ്റ് ശ്രദ്ധിക്കാനൊക്കെ പറ്റും. സ്പീഡ് കൂടുമ്പോൾ നമുക്ക് മൂവ്മെൻറ്റുകൾ പലരുടെയും നമ്മൾ വിട്ടുപോകും. പെട്ടെന്ന് നമുക്ക് ആരെങ്കിലും വന്ന് ഇടിക്കുമ്പോൾ നമ്മൾ സ്പീഡ് കൂടുതലാണെങ്കിൽ തെറിച്ച് പോകാനുള്ള ഒരു സാഹചര്യമുണ്ട് നമുക്ക്. കാരണം നമ്മൾ കാറിലൊക്കെയാണ് പോകുന്നത്, സീറ്റ് ബെൽറ്റ് ഇടും, അതുകൊണ്ട് തെറിച്ച് പോകത്തില്ല. പക്ഷേ ഈ സ്കൂട്ടറിൽ പോകുമ്പോൾ നമുക്ക് സീറ്റ് ബെൽറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ തെറിച്ച് പോകും സ്പീഡ് കൂടുമ്പോൾ. നമുക്ക് ഓരോ കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വേണ്ട നടപടി നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ശക്തിയുണ്ട്. അത് നമുക്ക് ചെയ്യാനായിട്ട് ആ ഒരു സ്പീഡിൽ നമുക്ക് പറ്റത്തില്ല. നമ്മൾ പോലും അറിയാതെ നമുക്ക് അപകടങ്ങൾ വരാൻ സാധ്യത. അതുകൊണ്ട് 40 താഴെ സ്പീഡിലേ നമ്മൾ പോകാൻ പാടുള്ളൂ. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു ഇൻഫർമേഷൻ. ഒരിക്കലും റൈറ്റ് സൈഡ് കീപ്പ് ചെയ്ത് ലേഡീസ് വണ്ടി ഓടിക്കരുത്. Thank you.